വിഘ്നം. ആശീർവാദ് മുനിയുടെ വീട് തന്നെ. ഹലോ, ഇല്ല 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 ഇല്ല, ഇനിയൊന്നുമില്ല. ഇനി മുഹൂർത്തം കുറിച്ചിട്ടേ ഉള്ളു വരവ്. ഫിലിപ്പിന്റെ മുനി മുനിയാ? ആ മുനി. തിരുമേനി ധ്യാനത്തിലാ. ആരാ? അല്ല, ഈ ജാതകം. തിരുമേനി പറഞ്ഞിരുന്നു, മറ്റേ ഏണിക്കര. ഇരിക്കുക. ഈ മുനിയെ ആളെങ്ങനെ? ഹൈ, തിരുമേനിനെ പറ്റി വലിയ ധാരണയില്ലാന്ന് തോന്നുന്നു. പണ്ഡിതരിൽ പണ്ഡിതന്മാർ വരെ വന്ന് കുനിഞ്ഞു നിൽക്കും, കുമ്പിട്ട് നിൽക്കും എന്നാ നാം ഉദ്ദേശിച്ചേ. ഞാൻ പോയി ധ്യാനം എന്തായാലും പോയി നോക്കിട്ടരാ. ഇരുന്നോളൂ. തിരുമേനി മറ്റേ ആള്, മറ്റേ കല്യാണ മുഹൂർത്തം. അമൽ എണിക്കര. സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ ചൂടൊക്കെ. പിഴച്ച ജാതകം. അല്ല, അപശകുനം പിടിച്ച ജാതകമാണെന്നാണ് ഉദ്ദേശിച്ചത്. ഹേമദ്രുമയോഗം, സപ്തമത്തിൽ പാവൻ, ചന്ദ്രനിൽ ചോപ്പ്. അല്ലേ, വേണ്ട. ചോദ്യം കുഴപ്പമില്ല, പക്ഷെ എന്റെ കല്യാണം നടക്കൂലേ? ഈ ജന്മത്തിലെന്നല്ല, തനിക്ക് അടുത്ത ജന്മത്തിൽ പോലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, സ്വിച്ചുള്ള സിഗരറ്റ് വലിച്ചിട്ടായിരിക്കും. അയ്യോ, അമലേണിക്കരെ, മകനെ ഇരിക്കൂ. കുറച്ച് പഴയ കഥയാണ്, എന്നാലും പറയാം. ചോള രാജാവിന്റെ അന്തപുരത്തിലെ ഒരു ശില്പിയായിരുന്നു താൻ. ഒരു ദേശത്ത് നിന്നും അടുത്ത ദേശത്തിലേക്ക് പോകുന്നു, ശില്പം പണിയുന്നു, പോകുന്നു, ശില്പം പണിയുന്നു. അങ്ങനെ പണിഞ്ഞ് 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 രാജാവിന്റെ ഭാര്യ കരുത പണിയുന്നു. അല്ല, രാജാവിന്റെ പട്ടമഹിഷിയുമായി ബന്ധത്തിലേർപ്പെടുന്നു. ശില്പി നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു. ഞാനുണ്ട്, കട്ടയിൽ കൂടെ നിൽക്കും. ഇങ്ങനെയൊക്കെ ഒപ്പിച്ചതിന് ശേഷം താൻ ഇവിടുന്ന് രാജ്യം വിട്ടു. രാജ്യദ്രോഹി. പെത്തറ്റിക്. സ്വാമി, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? കണ്ണൻ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഒരു വാഴകൾ കല്യാണം കഴിക്കുക. വാഴയാ? കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഹൈ ശുംഭൻ, എടോ, ഒരു വാഴയെ കല്യാണം കഴിച്ചതിന് ശേഷം അതിനെ വെട്ടിക്കളയുക. ഒരു കല്യാണത്തിന് പകരമായി മറ്റൊരു കല്യാണം. അത് കഴിഞ്ഞാ പിന്നെ ഇനി കേട്ടാവോ? ഇയാൾ ഈ കാര്യം ഇപ്പൊ ചോദിച്ചാൽ നന്നായി, ഇല്ലെങ്കിൽ പറമ്പിലെ വാഴകൾക്കൊക്കെ തുള വീണനെ. വെരി കറക്റ്റ്. ഈ വാഴ കൊള്ളാം, ഇതെടുക്കട്ടെ. കൊച്ചു കള്ളൻ. പ്ലീസ്, ഞാൻ കുറച്ച് പ്രൈവസി വേണം. ഇറങ്ങിപ്പോടോ.